ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് കൺഫേംഡ് ആരാണ് കൺഫേംഡ് ആയിരിക്കുന്നത്? നെക്സ്റ്റ് കണ്ടസ്റ്റൻറ്റ് കൺഫേം ആയിരിക്കുകയാണ്. അത് ആരാണ് കൺഫേം ആയിരിക്കുന്നത്? സോ അത് ഞാൻ എല്ലാം നിങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരാം. സോ എല്ലാവർക്കും എൻ്റെ പേര് അൻസിഫ്. സോ ഇതുവരെയായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാം ചെയ്ത് കാണാം. സോ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ആക്കുന്ന ഡെയിലി വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുത്തോളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഡയറക്റ്റ് നമ്മളെ ന്യൂസിലേക്ക് തന്നെ പോകാം, നമ്മുടെ അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും കൺഫേംഡ് ആളിനെയാണ്, കൺഫേംഡ് ഒരു കണ്ടസ്റ്റൻ്റാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അയാൾ ആരാണ്? ഫീമെയിലാണ്. ആരെ തന്നെ നമ്മളെ കുറേ ഇൻ്റർവ്യൂസിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. ഒരു പുലിക്കുട്ടിയാണ്, സംസാരിച്ച് നിൽക്കാൻ പറ്റിയ ഒരു പുലിക്കുട്ടിയാണ്, ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഇപ്പോൾ ഞാൻ ഫീമെയിലാണെന്ന് എല്ലാം നിങ്ങൾക്ക് ക്ലൂ തന്നിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓൾമോസ്റ്റ് നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മിക്കവർക്കും അല്ല. നമ്മളെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിയാൽ, സോഷ്യൽ മീഡിയ ഇൻ്റർവ്യൂ ഒക്കെ നോക്കി ഇടയ്ക്കിടയ്ക്ക് വരാം. ഇപ്പം ആക്ട്രസ്സാണ്, ഓക്കെ, ആക്ട്രസ് ആയിട്ടുള്ള ഒരാളാണ്. ചില ഇങ്ങനെ നമുക്ക് ചില പരസ്യങ്ങളൊക്കെ, ചില ഒരു വീഡിയോസ് റീൽസൊക്കെ ചെയ്തില്ല പരസ്യങ്ങളൊക്കെ. സോ ആ ഒരു രീതി ചെയ്യുന്ന ഒരാളാണ്, ആളാണ്. സോ ആരാന്നറിയണ്ടേ? രേണു സുധിയാണ്. അത് എല്ലാവർക്കും അറിയാം. അത് സംസാരിച്ച് നിൽക്കാൻ അറിയാവുന്ന ഒരു ആളാണത്, സംസാരിച്ച് നിൽക്കാൻ അറിയാം. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊക്കെ ആൾക്കാർ ബിഗ് ബോസ് വരുമ്പോൾ സ്വർഗമായിരിക്കും. എന്താ കാണുന്ന സംസാരിച്ചെല്ലാം. ഒരു കാര്യം പറയാം, നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന ഒരു കാര്യമാണ്, കുറേ അധികം ഫീമെയിൽസാണ് ഇതുവരെയായിട്ട് നമുക്ക് കൺഫേം ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഫീമെയിൽസിൻ്റെ ബേസാണ് കൺഫേം ആയിട്ട് കിട്ടുന്നത്. പക്ഷേ അത് ഇത്തരം പുലിക്കുട്ടികളാണെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം പുലിക്കുട്ടികൾ അമ്മാതിരി സംസാരിച്ച് നിൽക്കാൻ പറ്റിയ ആൾക്കാരാണ് വരുന്നത്. അപ്പം നമുക്ക് ഇനി അടുത്ത ആൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബും നമ്മുടെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ അനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത വരുന്ന കൺഫേംഡ് വ്യക്തി ആരാന്നറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പം പലവരും ചോദിക്കും, എന്തായാലും ചോദിക്കുമെന്ന് എനിക്കറിയാം, എന്താണ് ഫുള്ളായിട്ട് അങ്ങ് ഇടാത്തത്? ഗായ്സ്, നമുക്ക് ഫുള്ളായിട്ട് അറിയാൻ പറ്റത്തില്ല. ഓവറാണ് ഇടുമ്പോൾ ഏതാ കൺഫേം എന്ന് അറിഞ്ഞിട്ട് അത് മാത്രം എടുത്ത് ഇടുന്നതാണ് എനിക്ക് ഒരിതെന്ന് തോന്നുന്നുണ്ട് ഗായ്സ്. പക്ഷേ എല്ലാവർക്കും മറ്റേതായിരിക്കും ഇഷ്ടം. പക്ഷേ ഗായ്സ്, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ തീരുമാനിച്ചിങ്ങനെയാണ്. സോ അങ്ങോട്ട് ഇച്ചിരി നമുക്ക് കയറി പോകുമ്പോഴത്തേക്ക് എന്തായാലും ഞാൻ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എൻ്റെ പേര് അൻസിഫ്. സോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാം ചെയ്ത് കാണാം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ആകുന്ന ഡെയിലി വീഡിയോസ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒന്നും കൂടെ പറയാം. അപ്പം എൻ്റെ പേര് അൻസിഫ്. ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് കാണുന്നവർക്ക് ഇപ്പോൾ തന്നെ എല്ലാം ചെയ്യാം. സോ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ആകുന്ന ഡെയിലി വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുത്തോളൂ. അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.